അമേരിക്കയുടെ പതനത്തിനുള്ള മരണ വാറണ്ട് ബീജിംഗിൽ തയ്യാറാക്കി കഴിഞ്ഞു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അടിത്തറ തകർന്ന തരിപ്പണമാകാൻ പോകുകയാണ്. അതെ, ആഗോള മേധാവിത്വത്തിന്റെ അഹങ്കാരവുമായി നടന്ന വാഷിംഗ്ടണിന്റെ സർവോപരി ട്രംപിന്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ പ്രഹരം ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധഭൂമിയിൽ അമേരിക്ക പൂട്ടാൻ നോക്കുന്ന അതേ ഇറാന്റെ കൈപിടി അക്ഷരാർത്ഥത്തിൽ ഇനി കളി മാറാൻ പോകുകയാണ്. ട്രംപ് ഇതുവരെ കണ്ടതെല്ലാം ട്രയലാണ്. ഇനിയാണ് ശരിക്കും കളി കാണാൻ പോകുന്നത്. മിഡിൽ ഈസ്റ്റിനെ ചോരക്കളമാക്കുന്ന US ഭരണകൂടത്തിന് നേരെ ചൈനയും റഷ്യയും ഇറാനും ചേർന്ന് തൊടുക്കുന്ന ആ മാരകായുധം അത് എന്താണ്? ഒരു വശത്ത് അമേരിക്കൻ ഡോളർ വാരിക്കൂട്ടുമ്പോൾ തന്നെ മറുവശത്ത് ആ ഡോളറിന്റെ അന്ത്യം കുറിക്കാൻ ഷീ ജിൻപിങ് ഒരുക്കുന്ന ആ ചതുരംഗ കളി എന്താണ്? ലോകത്തിന്റെ നിയന്ത്രണം വൈറ്റ് ഹൗസിൽ നിന്നും ബീജിംഗ് പൂർണ്ണമായും പിടിച്ചെടുക്കുമോ? അതെ, 9 വർഷത്തിന് ശേഷമാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈനയിൽ എത്തിയത്. US ചൈന ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മികച്ച നിലയിലെന്ന ട്രംപ് പ്രഖ്യാപിക്കുന്നു. എന്നാൽ ആ പ്രഖ്യാപനത്തിന് വെറും 4 ദിവസത്തെ ആയുസ് മാത്രമേ ചൈന നൽകിയുള്ളൂ. മെയ് 19 ചൊവ്വാഴ്ച വ്ളാഡിമിർ പുടിൻ ബീജിംഗിൽ എത്തിയതോടെ കളിയാകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ട്രംപിനെ വെറും കാഴ്ചക്കാരനാക്കി നിർത്തിക്കൊണ്ട് പുടിനും ഷീ ജിൻപിങ്ങും ചേർന്ന് അമേരിക്കയ്ക്ക് നേരെ തൊടുക്കാൻ പോകുന്ന ആ വജ്രായുധം അതെന്താണ്? ലോക രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി ചൈന മാറുമ്പോൾ അണിയറയിൽ ഒരുങ്ങുന്ന ആ വമ്പൻ സഖ്യത്തിന്റെ കഥ അത് നമുക്കൊന്ന് പരിശോധിക്കാം. ലോക രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ 2 ശത്രുക്കൾ. ഒരു വശത്ത് നാറ്റോ സഖ്യത്തെ നയിക്കുന്ന റഷ്യയെ തകർക്കാൻ ഉപരോധങ്ങൾ ഒന്നൊന്നായി പ്രഖ്യാപിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മറുവശത്താകട്ടെ പാശ്ചാത്യ ശക്തികളെ വെല്ലുവിളിച്ച യുക്രൈനിൽ യുദ്ധം നയിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. തമ്മിത്തല്ലാൻ നിൽക്കുന്ന ഈ 2 വൻ ശക്തികളുടെയും തലവന്മാർ ഒരേ ഒരാഴ്ച ഒരേ നഗരത്തിൽ ഒരേ നേതാവിനെ കാണാൻ വിമാനമിറങ്ങിയാൽ എങ്ങനെയുണ്ടാകും? അതെ, അവിശ്വസനീയമാണെന്ന് പലർക്കും തോന്നുന്ന വിധത്തിലാണ് അത് സംഭവിച്ചത്. എന്നാൽ കറക്റ്റ് 4 ദിവസങ്ങൾ, വെറും 96 മണിക്കൂറുകൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എയർഫോഴ്സ് 1 ബീജിംഗിൽ നിന്നിറങ്ങുമ്പോൾ ലോകം വിചാരിച്ചു ചൈന ഇനി അമേരിക്കയുടെ തോളിൽ കൈയിട്ട് നടക്കുമെന്ന്. പക്ഷേ ട്രംപ് മടങ്ങി. എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊരു വലിയ കാര്യമാണ്. ചൈനീസ് മണ്ണിലെ ചുവപ്പ് പരവതാനി മാറ്റാനുള്ള ഗ്യാപ്പ് പോലും കൊടുക്കാതെ ദേ വരുന്നു അടുത്ത സൂപ്പർ പവർ. അത് മറ്റാരുമല്ല, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബീജിംഗിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അതേ, മെയ് 19, 2026 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബീജിംഗിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഇന്ന് നമ്മൾ കാണുന്ന പുടിൻ ഷീ ജിൻപിങ് സഖ്യം പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. ഇതിന് പിന്നിൽ ചോരയും ചതിയും നിറഞ്ഞ വലിയൊരു രാഷ്ട്രീയ ചരിത്രമുണ്ട്. പണ്ട്, അതായത് 1969 ഇതേ ചൈനയും റഷ്യയും ഒരു ചെറിയ നദീദ്വീപിന് വേണ്ടി പരസ്പരം തോക്കെടുത്തത് അത് ആണവ യുദ്ധത്തിന്റെ അരികിൽ വരെ എത്തിയവരാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് ചേരിയിലെ 2 വൻ ശക്തികൾ അന്ന് പരസ്പരം ചോരയൊഴുക്കി. അന്ന് സോവിയറ്റ് യൂണിയനെ തകർക്കാൻ ചൈന കൂട്ടുപിടിച്ചത് ഇതേ അമേരിക്കയായിരുന്നു എന്നതാണ് ചരിത്ര സത്യം. അന്നത്തെ US പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ബീജിംഗിൽ വന്ന മാവോ സേതുങ്ങുമായി കൈകോർത്തപ്പോൾ സോവിയറ്റ് യൂണിയൻ ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ആ ചരിത്രം കൃത്യമായി ഒരു വട്ടം കറങ്ങി വന്നിരിക്കുകയാണ്. അന്ന് അമേരിക്കയ്ക്കൊപ്പം നിന്ന് റഷ്യയെ പൂട്ടിയ ചൈന ഇന്ന് റഷ്യയും കൂട്ടി അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളോ സുഹൃത്തുക്കളോ ഇല്ല എന്നതല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഉള്ളത് താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. സുഹൃത്തുക്കളെ, ഒരു വശത്ത് ട്രംപും ഷീയും
ചിരിച്ചു നിൽക്കുന്ന ഒരു ചിത്രം. തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ പുട്ടിനെ ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ നേരിട്ടെത്തി കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന ഒരു വീഡിയോ. ഇതൊക്കെ നമ്മൾ അന്താരാഷ്ട്ര വാർത്തകൾ ശ്രദ്ധിക്കുന്നവരെല്ലാം കണ്ടു കാണും. ഗ്ലോബൽ ടൈംസ് പോലുള്ള ചൈനീസ് സ്റ്റേറ്റ് മീഡിയ ഇപ്പോൾ ഇതിനെ വലിയ രീതിയിലാണ് പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് കോൾഡ് വാർ യുഗത്തിൽ ഒരേ ആഴ്ചയിൽ US റഷ്യൻ നേതാക്കളെ ബാക്ക് ടു ബാക്ക് ഹോസ്റ്റ് ചെയ്യാൻ തങ്ങൾക്ക് മാത്രമേ സാധിക്കൂവെന്ന് ചൈന ലോകത്തിന് മുന്നിൽ കാണിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ സൗഹൃദ ചിത്രങ്ങൾക്കപ്പുറം വലിയൊരു അന്താരാഷ്ട്ര രാഷ്ട്രീയ വിവാദമാണ് ഇപ്പോൾ ബീജിംഗിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് അറിയാമോ? അതിങ്ങനെയാണ്. പാശ്ചാത്യ നയതന്ത്രജ്ഞരും രാഷ്ട്രീയ നിരീക്ഷകരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് ഷീ ജിൻപിങ് ആരെയാണ് ഈ പറ്റിക്കുന്നത് എന്നാണ്. ഒരേ ആഴ്ചയിൽ തന്നെ അമേരിക്കയോടും റഷ്യയോടും ഒരേപോലെ നിൽക്കാൻ ചൈനയ്ക്ക് എങ്ങനെ സാധിക്കുന്നു? ഇതിന് പിന്നിൽ ചൈനയുടെ വലിയൊരു ചതിയുണ്ടോ? വാഷിംഗ്ടണിലെയും യൂറോപ്പിലെയും ബുദ്ധി കേന്ദ്രങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ചൈനയുടെ ക്രൂരമായ ഡബിൾ എഡ്ജ് ഗെയിം. അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഇരട്ടത്താപ്പ്, അത് തന്നെയാണത്. ട്രംപ് ബീജിംഗിൽ വന്നപ്പോൾ ചൈന നൽകിയ ഉറപ്പ് എന്തായിരുന്നു? ഞങ്ങൾ സമാധാനത്തിനൊപ്പമാണ്, US-മായി വ്യാപാരം കൂട്ടാം, വിപണികൾ തുറന്നു തരാം, ഇതൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. എന്നാൽ ട്രംപ് വിമാനം കയറി 96 മണിക്കൂർ തികയും മുൻപ് യുക്രൈനിൽ 10,000ങ്ങളുടെ ചോരയൊഴുക്കുന്ന വ്ളാഡിമിർ പുടിനെ ചൈന ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിച്ചിരിക്കുകയാണ്. പുടിന്റെ യുദ്ധ മെഷീൻ, അതിന് ആവശ്യമായ ഇലക്ട്രോണിക്സും ചിപ്പുകളും ഡ്രോൺ സാങ്കേതിക വിദ്യകളും രഹസ്യമായി നൽകി യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് ഇതേ ചൈനയാണ് എന്ന വിവാദമായി നിലനിൽക്കുമ്പോഴാണ് ഈ പരസ്യമായ കെട്ടിപ്പിടുത്തം. ഇവിടെയാണ് നാം ഈ സമ്മിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട പരിശോധിക്കേണ്ടത്. അതെന്താണെന്ന് വെച്ചാൽ, ട്രംപിന് മുന്നിൽ വ്യാപാര കരാറുകളെ കുറിച്ച് സംസാരിച്ച ചൈന പുടിൻ വന്നയുടൻ ഒപ്പിടാൻ വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? പവർ ഓഫ് സൈബീരിയ 2 എന്ന വമ്പൻ ഗ്യാസ് പൈപ്പ്ലൈൻ കരാറാണ്. റഷ്യയിൽ നിന്ന് ചൈനയിലേക്ക് നേരിട്ട് നാച്ചുറൽ ഗ്യാസ് എത്തിക്കുന്ന വമ്പൻ പദ്ധതിയാണിത്. എന്തുകൊണ്ടാണ് ഈ അടിയന്തര നീക്കം എന്ന് ചോദിച്ചാൽ, അന്താരാഷ്ട്ര ഡിഫൻസ് അനലിസ്റ്റുകൾ ഇതിന് പിന്നിലെ ആ രഹസ്യം പുറത്തുവിടുകയാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭാവിയിൽ ചൈന തായ്വാൻ ആക്രമിക്കുകയോ അല്ലെങ്കിൽ ആ മേഖലയിൽ ഒരു യുദ്ധം ഉണ്ടാകുകയോ ചെയ്താൽ അമേരിക്കയും നാറ്റോ സഖ്യവും ചൈനയിലേക്കുള്ള കടൽ മാർഗമുള്ള എനർജി സപ്ലൈ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തേക്കും. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ചൈനയ്ക്ക് തങ്ങളുടെ ഇൻഡസ്ട്രീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ റഷ്യയിൽ നിന്നുള്ള കരമാർഗമുള്ള ഗ്യാസും ഓയിലും അത്യാവശ്യമാണ്. അതായത് ഒരു വശത്ത് അമേരിക്കയുമായി സമാധാന ചർച്ചകൾ നടത്തുമ്പോൾ തന്നെ മറുപുറത്ത് അമേരിക്കയുമായി വരാൻ പോകുന്ന യുദ്ധത്തിനുള്ള ഒരു ഇൻഷുറൻസ് പോളിസി റഷ്യയുമായി ചേർന്ന് ചൈന ഒപ്പിടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. തായ്വാൻ വിഷയത്തിൽ ട്രംപിന് ഷീ ജിൻപിങ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഈ റഷ്യൻ കണക്ട് വെറും ഒരു കച്ചവടമല്ല, മറിച്ച് വലിയൊരു ഡിഫൻസ് സ്ട്രാറ്റജിയാണ്. പക്ഷേ സുഹൃത്തുക്കളെ, വെറും ഒരു തായ്വാൻ കണക്കുകൂട്ടൽ മാത്രമല്ല ഈ അടിയന്തര നീക്കങ്ങൾക്ക് പിന്നിലെന്ന് പറയാതെ വയ്യ. കാരണം ഇപ്പോഴത്തെ കറന്റ് സിനാരിയോയിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും, ഇതിനേക്കാൾ വലിയൊരു യുദ്ധം മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് US ഇറാൻ സംഘർഷം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇറാന് മേൽ അമേരിക്ക കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും നാവിക ഉപരോധവും ഏർപ്പെടുത്തിയതോടെ ആഗോള തലത്തിൽ ഇന്ധനവില ഇപ്പോൾ കുതിച്ചുയരുകയാണ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കപ്പെട്ടത് ആഗോള വിപണിയെ ഉലയ്ക്കുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ തിരിച്ചടിയായത് ആർക്കാണെന്നറിയാമല്ലോ? സാക്ഷാൽ ചൈനയ്ക്കാണത്. ചൈനയുടെ ഏറ്റവും വലിയ ഓയിൽ സപ്ലയർമാരിൽ ഒരാളാണ് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് വഴി ഇറാനിൽ നിന്നുള്ള എണ്ണ വരവ് നിലച്ചതും ഇറാൻ എണ്ണ വാങ്ങുന്ന ചൈനീസ് കമ്പനികൾക്ക് മേൽ ട്രംപ് ഭരണകൂടം ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചതും ഷീ ജിൻപിങ്ങിനെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇവിടെയാണ് റഷ്യ എന്ന രക്ഷകൻ കടന്നു വരുന്നത്. ഇറാനിൽ നിന്നുള്ള കടൽ മാർഗമുള്ള എണ്ണ നിലച്ചതോടെ ചൈന പൂർണ്ണമായും റഷ്യയുടെ കരമാർഗമുള്ള പൈപ്പ് ലൈൻ ഇന്ധനത്തെ ആശ്രയിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ട്രംപ് പോയ ഉടൻ പുടിനും ഷീ ജിൻപിങ്ങും ഇരുന്ന്
പവർ ഓഫ് സൈബീരിയ 2 പദ്ധതിക്ക് അന്തിമ രൂപം നൽകാൻ തിടുക്കം കൂട്ടുന്നതാണ്. ഈ പവർ ഓഫ് സൈബീരിയ 2 പൈപ്പ് ലൈൻ വെറും ഒരു ഗ്യാസ് പൈപ്പ് മാത്രമല്ല, യൂറോപ്പിന്റെ നെഞ്ചിലേക്ക് റഷ്യ തൊടുക്കുന്ന ഒരു മിസൈലാണിത്. പണ്ട് റഷ്യൻ ഗ്യാസ് വാങ്ങിയിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ യുദ്ധത്തോടെ അത് നിർത്തി. അതോടെ റഷ്യയുടെ വരുമാനം പൂട്ടിപ്പോകുമെന്ന് വെസ്റ്റ് കരുതി. എന്നാൽ സംഭവിച്ചതോ, ആ ഗ്യാസ് മുഴുവൻ ചൈനയിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് പുടിൻ അമേരിക്കയെ നോക്കി ചിരിക്കുകയാണിപ്പോൾ. ചൈനയാകട്ടെ ഈ അവസരം മുതലെടുത്ത് വളരെ കുറഞ്ഞ വിലക്കാണ് റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങിക്കൂട്ടുന്നതും. ചുരുക്കം പറഞ്ഞാൽ റഷ്യൻ എണ്ണയും ഗ്യാസും ചൈനയ്ക്ക് ഇപ്പോൾ വെറും ഒരു ബിസിനസ് അല്ല, അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. അമേരിക്കയും പാശ്ചാത്യ മാധ്യമങ്ങളും ഇതിനെ വിശേഷിപ്പിക്കുന്നത് ആക്സിസ് ഓഫ് ഓട്ടോക്രസി അഥവാ ചൈന, റഷ്യ, ഇറാൻ സഖ്യം എന്നാണ്. ഇറാനെതിരെ അമേരിക്ക സൈനിക നീക്കം നടത്തുമ്പോൾ ഇറാനെ സാമ്പത്തികമായി താങ്ങി നിർത്തുന്നത് ചൈനയാണ്. അവർക്ക് ഡ്രോണുകളും സാറ്റലൈറ്റ് ചിത്രങ്ങളും നൽകി സഹായിക്കുന്നത് റഷ്യയാണെന്ന റിപ്പോർട്ടുകളുണ്ട്. യഥാർത്ഥത്തിൽ ട്രംപ് ബീജിംഗിൽ വെച്ച ഷീ ജിൻപിങ്ങിന് മുൻപിൽ വെച്ച ഡിമാൻഡുകളിൽ വളരെ കൃത്യമായിരുന്നു. അമേരിക്കയിലേക്ക് വരുന്ന ചൈനീസ് ഇലക്ട്രോണിക് സാധനങ്ങളുടെ നികുതി കുറയ്ക്കണം, തായ്വാൻ കടലിടുക്കിൽ ചൈനീസ് നാവികസേന നടത്തുന്ന സൈനിക അഭ്യാസങ്ങൾ നിർത്തണം, മാത്രമല്ല ഇറാനും റഷ്യയ്ക്കും നൽകുന്ന പിന്തുണ ചൈന അവസാനിപ്പിക്കണമെന്നും ട്രംപ് പരോക്ഷമായി ആവശ്യപ്പെട്ടിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെല്ലാം ഷീ ജിൻപിങ് നൽകിയ മറുപടി എന്തായിരുന്നു? തായ്വാൻ ചൈനയുടെ ആഭ്യന്തര കാര്യമാണ്, അതിൽ അമേരിക്ക ഇടപെടേണ്ട എന്ന മുഖത്തടിച്ചതുപോലെ ഷീ ജിൻപിങ് ട്രംപിനോട് പറഞ്ഞു. എന്നാൽ ട്രംപ് മടങ്ങി 4ാം നാൾ പുടിനെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നതിലൂടെ ചൈന അമേരിക്കയ്ക്ക് നൽകുന്ന കൃത്യമായ സന്ദേശം അത് വ്യക്തമാണ്. മിഡിൽ ഈസ്റ്റിലും യുക്രൈനിലും അമേരിക്ക എന്ത് കളി കളിച്ചാലും റഷ്യയും ചൈനയും ഇറാനും അടങ്ങുന്ന ഈ സഖ്യം തകരില്ല. അമേരിക്കയെ വെല്ലുവിളിക്കാൻ തങ്ങൾക്ക് റഷ്യയുടെ സൈനിക ശക്തിയും ഊർജവും വേണം. അതേസമയം തന്നെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ട്രംപിന്റെ അമേരിക്കൻ വിപണിയും വേണം. ഈ 2 വൻ ശക്തികളെയും പരസ്പരം കാണിച്ച് ഭയപ്പെടുത്തി സ്വന്തം കാര്യം നേടുന്ന ചൈനയുടെ ലിവറേജ് ഗെയിമാണ് ഇപ്പോൾ ബീജിംഗിൽ യഥാർത്ഥത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ഈ ആഴ്ച ബീജിംഗിൽ നമ്മൾ കണ്ടത് ലോകത്തെ ഞെട്ടിച്ച ഒരു നയതന്ത്ര ചതുരംഗമാണ്. ഒരു വശത്ത് അമേരിക്കയെ പിണക്കാതെ അവരുടെ വലിയ വിപണിയിൽ നിന്ന് പണം ഉണ്ടാക്കുക, മറുവശത്ത് റഷ്യയും ഇറാനെയും ഒപ്പം നിർത്തി തായ്വാൻ കടലിടുക്കിലും മിഡിൽ ഈസ്റ്റിലും വരാൻ പോകുന്ന വലിയ യുദ്ധങ്ങൾക്കുള്ള പ്രതിരോധം തീർക്കുക. ഇതാണ് ഷീ ജിൻപിങ് എന്ന ചൈനീസ് പ്രസിഡന്റിന്റെ അതിബുദ്ധിപരമായ ഇരട്ടത്താപ്പ് നയതന്ത്രം. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യമുണ്ട്, 2 വശത്തു നിന്നും ഒരേപോലെ മൂർച്ചയുള്ള ഈ നയതന്ത്ര കത്തി എത്ര കാലം ചൈനയ്ക്ക് സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും? പുടിനെ കൂട്ടുപിടിച്ചുള്ള ചൈനയുടെ ഈ കളി ഡൊണാൾഡ് ട്രംപ് എത്ര കാലം കണ്ടില്ലെന്ന് നടിക്കും? അമേരിക്ക ഇതിന് പകരമായി ചൈനീസ് ബാങ്കുകൾക്ക് മേൽ കടുത്ത സെക്കൻഡറി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാൽ ചൈനീസ് സമ്പദ് വ്യവസ്ഥ അത് താങ്ങുമോ? ഹോർമുസ് കടലിടുക്കിലെ തീപ്പൊരി ആഗോള ഇന്ധന വിപണിയെ പൂർണ്ണമായി ചാരമാക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ലോകം ഒരു പുതിയ ശീതയുദ്ധത്തിലേക്കാണോ അതോ അതിനേക്കാൾ ഭീകരമായ മറ്റൊരു മഹായുദ്ധത്തിലേക്കാണോ നീങ്ങുന്നത്? വരും ദിവസങ്ങളിൽ നമുക്കത് കണ്ടറിയാം. ബീജിംഗിലെ ഈ ഹൈ വോൾട്ടേജ് സമ്മിറ്റിനെ കുറിച്ചും ചൈനയുടെ ഈ നീക്കങ്ങളെ കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയിരുത്തലുകൾ എന്തൊക്കെയാണ്? ചൈന റഷ്യയെ ചതിക്കുകയാണോ അതോ അമേരിക്കയെ പൂട്ടുകയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ